നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നല്ല ഒന്നാന്തര ബോംബ് കൈവച്ചിട്ടെ നമ്മൾ എന്തിനാ ഇങ്ങനെ പമ്മി പതുങ്ങി നടക്കുന്നേ? എടുത്തങ്ങോട്ട് പൊട്ടിക്കണം. ബോംബോ? എന്ത് ബോംബ്? ഇതാ പറഞ്ഞത് മോളൊരു സാധുവാണെന്നു. ഇത്ര വേഗം മോളതങ്ങ് മറന്നോ? അവളുടെ ജീവിതം നമ്മുടെ കയ്യിലല്ലേ മോളെ ഇരിക്കുന്നേ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ച് ആദിമോന്റേതല്ല, ചത്തുപോയ ആ കടപ്പുറത്തുകാരൻ ഷാനുവിന്റേതാണെന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നു. മോൾ അങ്ങോട്ട് പറയണം. പറയാതിരിക്കണമെങ്കിൽ മോളുടെ കുഞ്ഞിനെ മോൾക്ക് തിരിച്ചു തരണമെന്നൊരൊറ്റ ഭീഷണി. അവള് മുട്ടുകാലിൽ ഇഴഞ്ഞു വന്ന് മോളെ സാഷ്ടാംഗം നമസ്കരിച്ച് കുഞ്ഞിനെ കൊണ്ട് കാൽക്കൽ വെക്കും. അത് കൊള്ളാലോ. ഞാനെന്താ ഇതുവരെ ആ വഴി ചിന്തിക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, മോൾക്ക് വളഞ്ഞ വഴി ഒന്നും അറിയില്ല. എന്റെ മോളെ, പ്രതിപക്ഷം സ്ട്രോങ് ആകുമ്പോൾ ഭരണപക്ഷം അതിനപ്പുറത്തുള്ള അളവുകളെടുത്ത് കാച്ചണം. എന്നാലല്ലേ ഇന്നത്തെ കാലത്ത് നിലനിൽക്കാൻ പറ്റൂ. മോള് ടിവിയിലൊക്കെ കാണാറില്ലേ, ഒരു രാഷ്ട്രീയക്കാരന്റെ നേരെ ഒരു പെണ്ണ് കേസ് വന്നാൽ അടുത്ത നിമിഷം അത് ഉണ്ടാക്കിയവന്റെ മണ്ടയ്ക്ക് അതിലും വലിയൊരു കേസ് വെച്ച് കൊടുക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് എല്ലാ കാലം ജനങ്ങളെ അവന്മാര് പൊട്ടന്മാരാക്കും. കുടുംബജീവിതത്തിലും നമ്മൾ പിന്തുടരേണ്ടത് അതേ മാതൃകയാണ്. കൊച്ചിനെ വിട്ടുതരില്ല എന്നവൾ പറഞ്ഞാൽ അവളുടെ മാനം കപ്പല് കയറുമെന്ന് നമ്മൾ അവളുടെ മുഖത്ത് നോക്കി അങ്ങോട്ട് കാണിച്ചേക്കണം. അവളല്ല, അവളുടെ അമ്മൂമ്മ വന്ന് കൊച്ചിനെ എടുത്ത് കൈത്തരും. എന്റെ മോളെ, അവിഹിതം പോലെ പറ്റിയ ഒരു ആയുധം ഇക്കാലത്ത് വേറെ ഉണ്ടോ? അതിലടിതെറ്റി വീഴാത്ത ഒരു ഈച്ച കുഞ്ഞു പോലും ഈ ഭൂമിയിലില്ല. മോള് ധൈര്യമായിട്ട് ചെന്ന് അവളുടെ കുത്തിനു പിടിച്ച് പറ, എടി മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിനെ വിട്ടു തന്നില്ലെങ്കിൽ കടപ്പുറത്തുകാരന്റെ അവിഹിത സന്തതിയെ വയറ്റിൽ ഇട്ടുകൊണ്ട് ഇത്രയും കാലം ഈ കുടുംബത്തെ ചതിച്ച മൂദേവിയാണ് നീയെന്ന് എല്ലാരോടും പറയുന്നു. ചെന്ന് പറ, ചെല്ലങ്ങോട്ട് ചെന്ന് അവളുടെ ആപ്പീസ് കൂട്ടി കൊച്ചിനെയും എടുത്ത് സ്ലോ മോഷനിൽ ഒരു വരവങ്ങോട്ട് വാ. ആ അതിഗംഭീര കാഴ്ച കാണാൻ ഗോമതി ചേച്ചിയുടെ മനസ്സ് തുടിക്കുന്നു. പോ, വേഗം പോ. ആ ഓട്ടങ്ങോട്ടെ പോ. ഓ എന്റെ ഒരു ബുദ്ധി, എന്നെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റു. പേടിക്കണ്ട, ആക്രമിക്കാൻ വന്നതൊന്നുമല്ല. അടവ് നയം മാറ്റിയ കാര്യം അറിയിക്കാൻ വന്നതാ. മനസ്സിലായില്ല. ഒരു കൂരയ്ക്ക് കീഴിൽ താമസിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം കലഹിക്കുന്നതില് അർത്ഥമില്ല. നല്ല അടിപൊളി ഡയലോഗ്. ഇത്രയും നാൾ ഇതൊക്കെ എവിടെ വെച്ചേക്കുമായിരുന്നു? ഇങ്ങോട്ട് ഇറക്കി വിട്. പറഞ്ഞത് മനസ്സിലായില്ലേ? കുഞ്ഞിന്റെ കാര്യത്തില് നമ്മൾ തമ്മിലൊരു മത്സരം വേണ്ടാന്ന്. കോടതിയും കേസും ഒന്നുമില്ലാതെ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാ. എന്ത് കോംപ്രമൈസ്? നീ എനിക്ക് എന്റെ കുഞ്ഞിനെ വിട്ടുതരണം. ഇത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യമല്ലേ? സംസാരിച്ചു കഴിഞ്ഞില്ല, സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. എന്റെ കുഞ്ഞിനെ നീ എനിക്ക് വിട്ടുതരില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ എനിക്കും പലതും പറയേണ്ടി വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാ നീ ഞെട്ടില്ലായിരിക്കും, പക്ഷേ ലോകം ഞെട്ടും. എന്റെ അമ്മോ, സൂപ്പർ. നീ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നത് യാഥാർത്ഥ്യ. പക്ഷേ അതിലും വലിയൊരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. ആ കുഞ്ഞിന്റെ അച്ഛൻ ഞങ്ങളുടെ ആദിയല്ല. ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ. നീ ഞെട്ടിയല്ലോ. ഇല്ലാത്ത കാര്യം കേൾക്കുമ്പോ ഞാനെന്തിനാ ഞെട്ടുന്നത്? ഞാൻ പറഞ്ഞതില്ലാത്ത കാര്യമല്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. എനിക്കും നിനക്കും മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആ കടപ്പുറത്തുകാരൻ ഷാനുവിനും അവന്റെ ഉമ്മയ്ക്കും അറിയാം. അപ്പൊ നീ വിചാരിക്കും ഈ കഥ നമ്മൾ 4 പേരിൽ ഒതുങ്ങിയില്ല. ഒരിക്കലുമില്ല.
എല്ലാം അറിയാവുന്ന അഞ്ചാമതൊരാൾ ഈ ഭൂമിയിലുണ്ട്.